ഇല്ലേ? എന്നതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ മരിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മരണം സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ അവിടെ നിന്ന് ജീവനിലേക്ക്, നന്മയിലേക്ക്, ക്രിസ്തുവിലേക്ക് ഒരു ഉയിർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിക്രമങ്ങളിൽ നമ്മൾ മരിച്ചിരുന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മളെ ജീവിപ്പിക്കുകയാണ്. അത് കർത്താവിൻ്റെ പ്രവൃത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ പ്രവൃത്തിയായിട്ട്. കർത്താവ് അത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. വൈ ഗാഡ് വാസ് ഡൂയിങ് ഇറ്റ്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരെ നമ്മെ എന്തിനാണ് ദൈവം ഉയർപ്പിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. റൈറ്റ്? കാര്യം നമ്മൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ 2-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, അവയിൽ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇൻറ്റൻഷനലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം എന്താ ചെയ്തത്? ദൈവത്തെ നമ്മൾ അനുസരിച്ചില്ല. ദൈവത്തെ അനുസരിച്ചില്ലെന്ന് തന്നെയല്ല, ദൈവത്തെ അനുസരിച്ചില്ല, നമ്മൾ റിബല്യസ് ആയിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ ഞാൻ അനുസരിച്ച് നടന്നത് എന്താണ്? ദൈവത്തെ അല്ല അനുസരിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാൻ ആരെയായിരുന്നു അനുസരിക്കേണ്ടത്? ദൈവത്തെ ആയിരുന്നു അനുസരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സർവ്വ സൃഷ്ടി അവൻ്റെ പിന്നിൽ അണിനിരുന്നപ്പോൾ, അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പുറകെ ചെന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അനുസരിക്കാതിരുന്നത്. അങ്ങനെ ദൈവം പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, പകരം ഞാൻ ആരെയൊക്കെ അനുസരിച്ചു? ദുഷ്ടാത്മാവിനെ അനുസരിച്ച് നടന്നു. മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും ഞാൻ എന്ത് ചെയ്തു? അനുസരിച്ച് നടന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും പറയേണ്ടിയിരുന്നത് എന്താണ്? ഓക്കെ, നീ ചെയ്യുന്നതിന് നീ തന്നെ അനുഭവിച്ചോടാ. നീ അതിക്രമങ്ങളിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? മരിക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എൻ്റെ പിന്നാലെ വന്നില്ല. നോക്ക്, ബാക്കിയുള്ള എല്ലാ മൃഗജാലങ്ങളും ജീവജന്തുക്കളും എല്ലാം എന്നെ അനുസരിച്ചിട്ട് നീ മാത്രം എന്നെ അനുസരിച്ചില്ല. പോയി തൊല, ഗോ ആൻഡ് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയേണ്ടതായ സാഹചര്യത്തിലാണ് കർത്താവ് അത് പറയാതെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്? വന്ന് നമ്മളെ ജീവിപ്പിക്കാൻ നോക്കുകയാണ്. എത്ര അത്ഭുതമായിരിക്കും നോക്കുക. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയിൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇതൊക്കെ നമ്മുടെ ബോധപൂർവമായ പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. അതായത് ഈ ലോകത്തിൻ്റെ അധിപതിയായവനെ ഞാൻ എന്ത് ചെയ്തു? അനുസരിച്ച് നടന്നു. അത് ഇൻറ്റൻഷനലായിട്ട് ഞാനതിൽ പുറകെ നടന്നു. ഞാൻ പറഞ്ഞത്, ഈ നമ്മളെ പിശാച് പിടിച്ചുകൊണ്ട് പോകാമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. എന്താ, എനിക്ക് ദൈവത്തെ അനുസരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പിശാച് എന്നെ പിടിച്ചുകൊണ്ട് പോയി. അതൊന്നുമല്ല, ഞാൻ പിശാചിനെ അനുസരിക്കാൻ അവൻ്റെ പുറകെ നടക്കുക. എന്നിട്ട് ദൈവം എന്നെ കൈവിട്ടില്ല. അവിടെയാണ് എനിക്ക് മനസ്സിലാക്കാത്ത കാര്യം. അത് തന്നെയല്ല, നമ്മുടെ ജഡമോഹങ്ങളിൽ അവരുടെ ഇടയിൽ നാം മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. ഞാൻ കർത്താവിനോട് കൽപ്പിച്ച കൽപ്പനകളെ അനുസരിച്ചില്ലെന്നല്ല, ഞാൻ ആരെ അനുസരിച്ചു? ജഡത്തെ അനുസരിച്ച് നടന്നു. ജഡത്തിനും എൻ്റെ മനോവികാരങ്ങൾക്കും ഇഷ്ടമായത്, അതായത് എൻ്റെ ജഡത്തെ സന്തോഷിപ്പിച്ചതെല്ലാം ഞാൻ ചെയ്തു. എൻ്റെ മനോവികാരങ്ങൾക്ക്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എൻ്റെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തു. അതായത് എൻ്റെ മനസ്സിൽ തോന്നിയതെല്ലാം ഞാൻ ചെയ്തു. എന്തൊക്കെ വേണമെന്ന് എനിക്ക് തോന്നിയോ അതെല്ലാം ഞാൻ ചെയ്തു. അതിനകത്ത് ദൈവഹിതമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ഒരിക്കൽ പോലും തിരക്കിയില്ല. ദൈവം കർത്താവിനെ വിടുവിക്കാൻ വന്നത്, കർത്താവിനെ ഉയർപ്പിക്കാൻ വന്നത് ഞാൻ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നുമല്ല. ഞാൻ ദൈവത്തിൽ നിന്ന് എത്ര ദൂരേക്ക് ഓടിപ്പോയോ അപ്പോഴൊക്കെ പുറകെ വന്ന അവൻ നമ്മളെ, അതാണ് അതിനകത്തെ അത്ഭുതകരമായ കാര്യം. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമെല്ലാം ചെയ്തുകൊണ്ട് നടന്നു. അതായത് ഞാൻ ഈ ലോകത്തിൻ്റെ അധിപതിയായവനെ
ഞാൻ അനുസരിച്ച് നടന്നു, ഞാൻ കോപത്തിൻ്റെ മകനായിരുന്നു, ഞാൻ എൻ്റെ ജഡത്തിന് സുഖം തരുന്ന സകല കാര്യങ്ങളും എനിക്ക് തോന്നുന്നതെല്ലാം ചെയ്തു, എൻ്റെ മനോവികാരങ്ങൾക്കനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്തോ ചെയ്യണമെന്ന് തോന്നിയോ അതെല്ലാം ഞാൻ ചെയ്തു. എന്നെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ കാണിക്കുന്നതിനെ ഉപേക്ഷിക്കുകയല്ലാതെ ഉയിർപ്പിക്കാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്ക് തോന്നുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെപ്പോലെ ഒരു നികൃഷ്ടനായ പാപിയെ തിരക്കി വരാനും എൻ്റെ പാപങ്ങളിൽ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അവിടെ നിന്ന് കൈപിടിച്ച് ഉയിർപ്പിക്കാനും തോന്നുന്ന ഒരു ദൈവം, അവനിത് തോന്നാൻ കാര്യമെന്താ? എന്നെക്കൊണ്ട് അവന് വല്ല പ്രയോജനം ഉണ്ടായിട്ടാണോ? അത് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എന്ത് പ്രയോജനം എന്നെ കൊണ്ടുണ്ടാകാൻ? ഞാനില്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? നോ വൺ ഈസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ഗാഡ്. ഞാനൂടില്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുമോ? ഞാൻ പറഞ്ഞത് കർത്താവിനെ സ്നേഹിക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ബീയിങ്ങിനോ ദൈവത്തിന് എന്ത് കുറവ് വരാനാണ് ഞാനില്ലെങ്കിൽ? നിങ്ങളുടെ ആരില്ലെങ്കിൽ, ലോകത്തിലെ ആര് ദൈവത്തിൻ്റെ പുറകെ പോയില്ലെങ്കിലും ദൈവത്തിന് എന്ത് കുറവ് വരാനാണ്? പക്ഷേ ദൈവത്തെ വിട്ട് ഓടിപ്പോയ, നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്ത് നടന്ന, ടോട്ടലി എൻ്റെ ജഡത്തിനെ അനുസരിച്ച് നടന്ന നികൃഷ്ടനായിരുന്ന എന്നോട് എന്നെ ഉയിർപ്പിക്കാൻ ദൈവത്തിന് തോന്നിയതിൻ്റെ കാരണം എന്താണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. There is no other reason. ഇതിന് മറ്റ് യാതൊരു ഉത്തരവും പറയാനില്ല. എന്ത്? അവൻ്റെ കരുണ. അവൻ എന്നോട് കരുണ കാണിച്ചു. Just because of his rich mercy. But God being rich in his mercy for his great love wherewith he loved us. നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ചെറിയ സ്നേഹമൊന്നുമല്ല, മഹാസ്നേഹം. അവൻ കാണിച്ച കരുണ എന്ന് പറയുന്നത് ചെറിയ കരുണയല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ബീയിങ് റിച്ച് ഇൻ മേഴ്സി. അവൻ്റെ കരുണാസമ്പന്നനായ ദൈവം എന്ന് പറയുമ്പോൾ എന്താണ്? കരുണ കൊണ്ട് അവനങ്ങ് നിറഞ്ഞിരുന്നത് കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും സംഭവിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞു. അതൊരു ഫാക്റ്റാണ്. നിങ്ങൾ ആരും ഇല്ലെങ്കിലും, ഞാനില്ലെങ്കിലും, ലോകത്തിൽ ഒരു മനുഷ്യനും അവൻ്റെ പുറകെ പോയില്ലെങ്കിലും അവൻ എന്ത് സംഭവിക്കാനാ? എന്നിട്ടും അവനെ വിട്ടോടിപ്പോയ എന്നെ അവൻ വെറുതെ പുറകിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരിക മാത്രമൊന്നുമല്ല, മരിച്ചു കിടന്ന എന്നെ ജീവിപ്പിക്കുക. അതും എങ്ങനെ? ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ അങ്ങ് ജീവിക്കൊന്നുമല്ലായിരുന്നല്ലോ. ശാരീരിക ഉയർപ്പ്. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം ഉണ്ട്. ഒരുത്തിന് കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അതിനേക്കാളൊക്കെ ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞ് ഒത്തിരി പേര് നടക്കുന്നുണ്ട്. ചുമ്മാ കള്ളമാണ് പറയുന്നതൊക്കെ, അല്ലാതെ എന്തെല്ലാം കള്ളത്തരങ്ങൾ മനുഷ്യൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു എന്ത് കിട്ടാനാ, ഒരു ഇമ്പ്രഷൻ ഉണ്ടാകാൻ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ ആനക്കാര്യമൊന്നുമല്ല. അതിനേക്കാൾ വലുതാണ് പാപത്തിൽ കിടക്കുന്ന ഒരുത്തനെ, പാപത്തിൽ മരിച്ച ഒരുത്തനെ ആത്മീകമായി ഉയർപ്പിക്കുന്നതാണ് ശരീരത്തിൽ മരിച്ച ഒരുത്തനെ ശാരീരികമായി ഉയർപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യവും അത്ഭുതവും. ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവ് എന്താ ചെയ്തുള്ളൂ? ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. അവൻ പുറത്തു വന്നു. പക്ഷേ എന്നെ അതിക്രമങ്ങളിൽ മരിച്ചു കിടന്ന് എന്നെ ഉയർപ്പിക്കാൻ സാജുവേ പുറത്തു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ അങ്ങനെ പറ്റത്തില്ല. അതിനുവേണ്ടി അവൻ എന്ത് കൊടുക്കേണ്ടി വന്നു? അവൻ്റെ രക്തം കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശാരീരികമായി മരിച്ച ഒരു വ്യക്തി ഉയർക്കുന്നത് അത് എന്താ, അതിനെ ഞാൻ മോശമാണെന്നൊന്നും പറയുന്നില്ല. കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ അത്ഭുതം. അതിനല്ല കർത്താവ് വില കൊടുത്തത് ലാസറിനെ ഉയർപ്പിക്കാനല്ല. കർത്താവ് വില കൊടുത്തത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന സാജുവിനെ അവൻ്റെ പാപത്തിൽ നിന്ന് ഉയർപ്പിക്കുവാനാണ് കർത്താവ് വില കൊടുത്തത്. ഒരു വാക്കുകൊണ്ട് ലാസറിനെ അവൻ പുറത്തു വരുത്തി. എന്നാൽ സാജുവിനെ അധമ പാതാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവന് സ്വന്തം രക്തം കൊടുക്കേണ്ടി വന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനില്ലെങ്കിലും ദൈവത്തിന് ഒന്നും സംഭവിക്കാനില്ലാതിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നോക്കുമ്പോൾ എനിക്ക് യാതൊരു ആൻസറുമില്ല. വൈ ഗാഡ് റേസ് മീ ഫ്രം ദ ഡെഡ്, വൈ ഹീ ഗേവ് മീ എ ന്യൂ ലൈഫ്.
എന്തുകൊണ്ട് അവൻ എനിക്കൊരു പുതിയ ജീവിതം തന്നു? എന്തുകൊണ്ട് അവൻ എന്നെ ഉയർപ്പിച്ചു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവൻ്റെ കരുണ. അത് മാത്രം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, എത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? ഔട്ട് ഓഫ് ദ വേൾഡ് കൈൻഡ്, അല്ലെങ്കിൽ ലോകത്തിൽ കാണാൻ കഴിയാത്ത സ്നേഹം എന്നുള്ള അർത്ഥത്തിലാണ്. ലോകത്തിൽ കാണാൻ കഴിയാത്ത സ്നേഹം. ലോകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളെ വിട്ടിട്ട് ഓടിപ്പോവുക മാത്രമല്ല, നമ്മുടെ ശത്രുവിൻ്റെ കൂടെ കൂട്ടുകൂടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോട്ടെ എന്നേ പറയത്തുള്ളൂ. പക്ഷേ ദൈവം എന്ത് ചെയ്യുകയാണ്? അവൻ്റെ മഹാസ്നേഹം നിമിത്തം ഇറങ്ങി വന്ന് നമ്മളെ വീണ്ടെടുക്കുന്നു. എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹമാണ് നമ്മൾ കാൽവറി ക്രൂസിൽ കാണുന്നത്. ആ സ്നേഹമാണ് കാൽവറി ക്രൂസിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും ആ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതേ അവിടെ പറയുന്നുള്ളൂ, പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അന്നേരമാണ് കർത്താവ് സ്നേഹിച്ചു തുടങ്ങിയെന്നല്ല. കർത്താവ് എന്നും നമ്മളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് എപ്പോഴാണ്? വെൻ ഹി ഡൈഡ് ഓൺ എ ക്രോസ്. കാൽവറി ക്രൂസിൽ മരിച്ചപ്പോഴാണ് നമുക്കത് വെളിപ്പെട്ട് കിട്ടിയത്, ഇല്ലേ? അതിനുവേണ്ടി അവൻ എത്ര വലിയ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ Son, so that whosoever believeth in him shall not perish but have eternal life. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കുന്നതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചെന്ന് മലയാളത്തിൽ, പക്ഷേ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല. D.L. മൂഡിയുടെ ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ D.L. മൂഡിയുടെ ബുക്കിനകത്ത് ഞാൻ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. D.L. മൂഡിയുടെ ഷിക്കാഗോയിലെ ചർച്ചിൽ ഹാരി മൂർഹൗസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ വന്നതിനെക്കുറിച്ചാണ്. ഹാരി മൂർഹൗസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് എ പിക് പോക്കറ്റർ. ശരിക്കും ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നു. പോക്കറ്റ് അടിക്കാരനായ ഈ ഹാരി മൂർഹൗസ് ജയിലിൽ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഇതൊരു സ്വഭാവം പോലെ ആയിപ്പോയത് കൊണ്ട് ഹാരി മൂർഹൗസ് അറിയാതെ എവിടെങ്ങനെ പോയാൽ അറിയാതെ പോക്കറ്റ് അടിച്ചു പോകുന്നതാണ് പറയുന്നത്. ഇങ്ങനെ വെറുതെ നടന്നു പോയി കഴിഞ്ഞാലും ആരെയെങ്കിലും ഒരു തള്ളിനിടയ്ക്കൂടെ പോയി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും പേഴ്സ് ഇയാളുടെ കയ്യിലിരിക്കും. അത് അങ്ങനെ അങ്ങ് പരിശീലിച്ചു പോയി. ഒടുവിൽ ഇദ്ദേഹം ഗ്ലൗസ് കൈകളിലിട്ടുകൊണ്ടാണ് പിന്നീട് ട്രാവൽ ചെയ്തിരുന്നാണ് പറഞ്ഞത്. ഗ്ലൗസ് ഇടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് പോകലടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നൊരു വ്യക്തി. പക്ഷേ കർത്താവ് അയാളെ വിടുവിച്ചു. ഹി ബിക്കെയിം എ പ്രീച്ചർ, ഹാരി മൂർഹൗസ്. ഒരു പ്രാവശ്യം ഇംഗ്ലണ്ടിൽ വെച്ച് ഹാരി മൂർഹൗസ് D.L. മൂഡിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സംടൈംസ് ഐ മേ കം ടു അമേരിക്ക. എന്നെ പറഞ്ഞു, മൂഡി അത്രയും വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുത്തില്ല. ഒന്നാമത്തെ കാര്യം, ഈസ് എ ബോയ് പ്രീച്ചർ. കണ്ടാലൊക്കെ ഈ ഹാരി മൂർഹൗസിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രസംഗകനാണെന്നൊന്നും തോന്നത്തൊന്നുമില്ല. ഇയാൾ വന്ന് എൻ്റെ സഭയിൽ എന്നെ പ്രസംഗിക്കാനാ എന്നുള്ള നിലയിൽ മേ ബി ഐ വിൽ കം ടു അമേരിക്ക. ഉടനെ D.L. മൂഡി പറഞ്ഞു, അങ്ങനെ അമേരിക്കയിൽ വരെ വരികയാണെങ്കിൽ എനിക്കൊരു ടെലിഗ്രാം തന്നേര് എന്ന് പറഞ്ഞു. വരുമെന്നൊന്നും വിശ്വാസത്തിലൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം ആദ്യം അമേരിക്കയിലെ ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു ടെലിഗ്രാം കൊടുത്തു, മിസ്റ്റർ മൂഡി, ഐ എം ഹിയർ ഇൻ ന്യൂയോർക്ക്. ഓക്കെ, നീ നോർത്തിലോട്ട് ഷിക്കാഗോയിലോ വല്ലതും വരികയാണെങ്കിൽ, ആ ഏരിയയിലോ വല്ലതും വരികയാണെങ്കിൽ എനിക്കൊരു ടെലിഗ്രാം തന്നേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഒഴിവാക്കാൻ നോക്കുകയാണ്. കാര്യം അയാളെ കാണാം ഈ കൊച്ചി ചെറുക്കൻ വന്നിട്ട് എൻ്റെ സഭയിൽ വന്ന് മൂഡിയുടെ ഹൗസ് ഒന്ന് ആലോചിക്കണം. മൂഡി അന്നത്തെ ലോക പ്രശസ്ത പ്രസംഗകനാണ്. ഈ സഭയിൽ വന്ന് ഇയാൾ വന്ന് എന്തോ പ്രസംഗിക്കാനാണ്. അങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും നമുക്കുള്ള ആളുകളെ കുറിച്ചുള്ള ചിന്ത. ഇവൻ വന്ന് ഇവിടെ വന്നില്ല പ്രസംഗിക്കാനാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്ന കൂട്ടത്തിനാണ് ഹാരി മൂർഹൗസ് പിന്നീട് ഒരു ടെലിഗ്രാം കൊടുത്തു, നെക്സ്റ്റ് വീക്ക് ഐ എം കമ്മിങ് ടു ഷിക്കാഗോ. അപ്പം ആ ആഴ്ചയിൽ D.L. മൂഡി ഷിക്കാഗോയിലില്ല. അപ്പോൾ D.L. മൂഡി ചിന്തിച്ചു, എന്നാൽ പിന്നെ ചെറുക്കൻ വന്ന് പ്രസംഗിച്ചേച്ച് പോട്ടെ, പിന്നെ ഇവൻ എന്തെങ്കിലും അബദ്ധമൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ശരിയാക്കാം. ഏതാണെങ്കിലും നമ്മുടെ സഭയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞ് മൂർഹൗസിനോട് പറഞ്ഞു, ശരി നീ വന്ന് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അയാൾ വന്ന് ഒരാഴ്ച ആ സഭയിൽ പ്രസംഗിച്ചു. അവസാനത്തെ ദിവസത്തെ മീറ്റിങ്ങിന് D.L. മൂഡി വന്നു. D.L. മൂഡി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എമ്മ, D.L. മൂഡിയുടെ ഭാര്യ, എന്നാ വൈകിട്ടത്തെ മീറ്റിങ്ങിന് പോകാനായിട്ട് ഉച്ചയായപ്പോഴേ ഒരുങ്ങി ഇങ്ങനെ നോക്കിയിരിക്കുക. D.L. മൂഡിയുടെ മീറ്റിങ്ങിന് പോലും അത്രയും ഒരുങ്ങി പോകുന്ന പാർട്ടിയല്ല. ഇതെന്ത് നീ ചോദിച്ചാൽ എന്താ ഇത്ര, ഇന്ന് വൈകിട്ട് ഹാരി മൂർഹൗസ് പ്രസംഗിക്കുന്നുണ്ട്.
എന്നെ ചോദിച്ചു, അയാളല്ലേ കഴിഞ്ഞ ആഴ്ചയല്ലേ പ്രസംഗിച്ചു? അതെ. അയാൾ എന്താ പ്രസംഗിച്ച്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുമോ? അയാൾ പ്രസംഗിച്ചത് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. എന്നെ ചോദിച്ചു, ഏത് പാസേജ് വെച്ചാൽ പ്രസംഗിച്ചേ? ജോൺ ചാപ്റ്റർ 3:16. അല്ല, അത് തുടങ്ങിയപ്പം പിന്നെ അത് തന്നെ. ഫസ്റ്റ് ഡേയിൽ ജോൺ ചാപ്റ്റർ 3:16, യോഹന്നാൻ 3:16. പിറ്റേ ദിവസം ഞങ്ങൾ ചിന്തിച്ച് വേറെ പാസേജ് പോലും എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, ഇന്നും യോഹന്നാൻ 3:16. മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, അഞ്ചാമത്തെ ദിവസം അദ്ദേഹം തന്നെ പ്രസംഗിച്ചത് ഇത് തന്നെയാണ് പ്രസംഗിച്ചത്. നിങ്ങൾ വാ. വിളിച്ച് പൊക്കിക്കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാരി മുർഹോസിൻ്റെ ലാസ്റ്റ് മീറ്റിങ്ങിനാണല്ലേ, DL മുടി ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാരി മുർഹോസ് പറഞ്ഞു, പ്രിയമുള്ളവരെ, ലാസ്റ്റ് 1 week I was preaching on John chapter 3:16. ഇന്നെങ്കിലും ആ പാസേജ് എനിക്കൊന്ന് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എനിക്കൊരു പുതിയ പാസേജ് ഇതാ. കർത്താവ് പറഞ്ഞു, ദൈവസ്നേഹത്തെക്കുറിച്ചാണോ നീ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഇത് പ്രസംഗിച്ചാൽ മതി. അതുകൊണ്ട് ഇന്നും ഞാൻ അതേ പാസേജിൽ നിന്നാണ് വായിക്കുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ, ഗബ്രിയേലിനെയും മീഖായേലിനെയും ഒക്കെ വിളിച്ച്, ദൂതന്മാരെ വിളിച്ചിട്ട് ഇതിനപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവരൊരു പക്ഷേ സ്വർഗത്തിൻ്റെ മുകളിലത്തെ നിലയിൽ കയറിയുള്ള പുസ്തകങ്ങളെല്ലാം തപ്പിയെടുത്ത് തിരിച്ചു വന്നിട്ട് പറയും, യെസ്, ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. എന്ത്? For God so loved the world. For God so loved the world, He gave His only begotten Son, so that whosoever shall believe in Him shall not perish but have eternal life. അതിവലിയ കാര്യം എന്താണ്? ദൈവസ്നേഹത്തെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? DL മുടി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അന്ന് വരെയും പാപിക്ക് നേരിടാൻ പോകുന്ന നരകത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവ് മനുഷ്യനെ ഇത്ര സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത് ഈ ബോയ് പ്രീച്ചറിൽ നിന്നാണെന്നാണ് പറഞ്ഞത്, ഹാരി മുർഹൗസിൽ നിന്ന്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ റിഡംഷന് വേണ്ടി കാൽവറി ക്രൂസിൽ കൊടുത്ത ബല, അതല്ലാതെ വേറെ എന്താണ് അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്? വേറെ എന്ത്? സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. അതാണ് ലോകത്തിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. അതാണ്. അല്ലാതെ എന്താ? എനിക്ക് കർത്താവ് തന്ന രോഗസൗഖ്യമോ, എനിക്ക് കർത്താവ് തന്ന മറ്റുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനത്തിനെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് പറയാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? കാര്യം ലോകത്തിൽ എന്തോ എനിക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് തരാനായിട്ട് കർത്താവിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. എനിക്ക് കർത്താവ് ഒരു വണ്ടി തന്നാലോ, വീട് തന്നാലോ, ജോലി തന്നാലോ, എനിക്കൊരു ജോലി തരാൻ വേണ്ടി കർത്താവ് എന്നാ പട്ടിണി കിടന്നോ? ഇല്ലല്ലോ. എനിക്കൊരു കാറ് തരാൻ വേണ്ടി കർത്താവ് എന്നാ സ്വർഗത്തിൻ്റെ ഒരു കോൺ എഴുതി വിറ്റോ? ഇല്ലല്ലോ. സ്വർഗത്തിൻ്റെ ഒരു കോൺ എഴുതി വിറ്റിട്ടാണോ കർത്താവ് എനിക്കൊരു കാറ് തന്നത്? എനിക്ക് ലോകത്തിലെ എന്തോ തരണമെങ്കിലും കർത്താവിന് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ എന്നെ വീണ്ടെടുക്കുവാൻ അവന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീണ്ടെടുപ്പിൻ്റെ ഈ വില മനസ്സിലാകും നമ്മൾ കാൽവറി ക്രൂസിലാണ്. He died for us. For God so loved the world that He gave His only begotten Son, so that whosoever believeth in Him shall not perish but shall have eternal life. Hallelujah. അവൻ്റെ കരുണ, അവൻ്റെ സ്നേഹത്തിൽ നിന്നാണ് അവൻ്റെ കരുണ ഒഴുകുന്നത്, വേറെ ഒന്നുമല്ല. അവൻ നമ്മളെ സ്നേഹിക്കുന്നു, അവൻ്റെ സ്നേഹത്തിൽ നിന്നാണ് അവൻ്റെ കരുണ ഒഴുകി വരുന്നത്. ആ സ്നേഹത്തിൽ നിന്ന് ഒഴുകി വരുന്ന കരുണ, അവൻ്റെ കൃപ, അതും മതി എൻ്റെ രക്ഷയ്ക്ക്. വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും പറ്റത്തുമില്ല. ആ ഗ്രേസ്, അത് മാത്രം മതി. ആ കൃപ എവിടെ നിന്ന് ഒഴുകി വരുന്നത്? എവിടെ നിന്നാണ് അവൻ്റെ കൃപ? എവിടെ നിന്നാണ് ഒഴുകി വരുന്നത്? അവൻ്റെ കൃപ വരുന്നത് എവിടെ നിന്നാണ്? സ്നേഹത്തിൽ നിന്നാണ്. എത്ര അത്ഭുതമാണ്! അതുകൊണ്ടാണ് കൃപയേ 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 കൃപയേ. കർത്താവിൻ്റെ കൃപയല്ലാതെ വേറെ എന്താണ്? ജോൺ ന്യൂട്ടൻ പാടുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റിച്ച് ലൈക്ക് മീ. See, amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind,
but now I see. ജോൺ ന്യൂട്ടൺ ആണ് അത് എഴുതിയിരിക്കുന്നത്. ജോൺ ന്യൂട്ടൺ അത് എഴുതുമ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ ആലോചിക്കണം. അയാളൊരു അടിമ വ്യാപാരിയായിരുന്നു. ഒരടിമ വ്യാപാരി. ഞാൻ ജെസ്സിയൊക്കെ ഞങ്ങൾ അടിമ വ്യാപാരം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യും. അന്നുണ്ടായിരുന്ന കാര്യങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ബഗോമോയോ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഈ അടിമകളെ എല്ലാം കൂടെ കൊണ്ടിടുന്ന ഒരു ബ്ലോക്ക് ഹൗസ് ഉണ്ട്. ഒരു കാറ്റ് കിടക്കാത്ത ഒരു ബ്ലോക്ക് ഹൗസ്. എവിടുന്നെങ്കിലുമൊക്കെ ഈ ആളുകളെ വനത്തിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഇതിനകത്ത് തള്ളിക്കയറ്റിയിടും. നമ്മുടെ പണ്ടത്തെ വാഗൺ ട്രാജഡിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്ത് കുത്തി കയറ്റിയിട്ടിട്ട് പിന്നീട് കച്ചവടക്കാർ വരും. കച്ചവടക്കാർ വരുമ്പം ഓരോരുത്തരെ പുറത്തോട്ട് നടക്കും. എന്നിട്ട് ഇവൻ്റെ ആരോഗ്യമൊക്കെ നോക്കി ഒരു വിലയിടും. വിലയിട്ടിട്ട് അവിടെ നിന്ന് ഇത് ഞാൻ ടാൻസാനിയയുടെ കാര്യം പറയുന്നത്. ടാൻസാനിയയിൽ നിന്ന് സാൻസിബാറിലേക്ക് കൊണ്ടുപോകും. സാൻസിബാറിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ അറബി നാട്ടിലേക്കോ ഒക്കെ ഓരോരുത്തരെ കൊണ്ടുപോകും. അങ്ങനെ അടിമകളെ വാങ്ങി വിറ്റോണ്ടിരുന്ന ഒരു സ്ലേവ് ട്രേഡറായിരുന്നു ആര്? ജോൺ ന്യൂട്ടൺ. അയാളിൽ എനിക്ക് പ്രയാസം അങ്ങനെ ഈ പണി കാണിക്കുന്ന ഒരാളിൽ ഒരു കരുണ തോന്നാൻ. നോർമലി ഒരു മനുഷ്യന് പ്രയാസമാണ് അല്ലേ? ഒരു അടിമ വ്യാപാരം. ബാക്കി എന്തും ആയിക്കോട്ടെ, മൃഗങ്ങളെ വിൽക്കുകയൊന്നും അല്ലല്ലോ, വാങ്ങിക്കല്ലോ. മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട്. കാര്യം മൃഗങ്ങളെ എതിർത്ത് നിൽക്കത്തില്ല. ഇവർ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ കൊല്ലാനും ഇവർക്ക് മടിയില്ല. മൃഗങ്ങളെ എതിർത്ത് നിൽക്കും. ഇപ്പോൾ പശുവിനെ കാളയൊക്കെ കൊണ്ടുപോകുന്ന കൂട്ടത്തിനും വലിച്ചുകൊണ്ട് അങ്ങ് പോകാമല്ലോ. ഇത് വലിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല. ഇവൻ ചിലപ്പോൾ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ തോക്കുകൊണ്ട് വെടിവെക്കും. അങ്ങനെ കൊല്ലാനും തിന്നാനും മടിയില്ലാതെ ജീവിച്ചവനായ ഒരു സ്ലേവ് ട്രേഡറായിരുന്ന ജോൺ ന്യൂട്ടൺ ചോദിക്കുകയാണ്, എന്താ കർത്താവ് എന്നെ വീണ്ടെടുക്കാനുള്ള കാര്യം? കൃപയല്ലാതെ എന്താ? വേറെ എന്താ? അവനൊരു പേടി ഉണ്ടായിരുന്ന ആളല്ല. അവൻ ജീവിതം അങ്ങനെ ക്രൂരത മാത്രം ചെയ്തുകൊണ്ടിരുന്നതായ ജോൺ ന്യൂട്ടൺ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എന്നെ പേടിക്കാൻ പഠിപ്പിച്ചത് തന്നെ കൃപയാണ്, എന്നെ പേടിയിൽ നിന്ന് വിടുവിച്ചതും കൃപയാണ്. കർത്താവിൻ്റെ കൃപ അല്ലാതെ നമുക്കൊന്നും പറയാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എഫെസ്യർ 2-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാലത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. ഇറ്റ്സ് ബൈ ഗ്രേസ് എലോൺ. വേറെ ഒന്നുമില്ല. കൃപയല്ലാതെ വേറെ ഒന്നുമില്ല. 8-ാമത്തെ വാക്യം വീണ്ടും, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വിശ്വാസത്താൽ അല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ രാവിലെ പറഞ്ഞു. എങ്ങനെയാണ്? കൃപയാൽ, വിശ്വാസം മൂലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപ എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അവിടെ പൗൽ പറയുന്ന ഈ വാക്ക് എന്നെ ഒത്തിരി അങ്ങ് സ്വാധീനിച്ചിട്ടുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാണ്, അത് നിങ്ങളുടെ കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചെന്ന് പറയുന്നത് നിങ്ങളാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. പക്ഷേ അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് കൃപയുണ്ടായിരുന്ന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് വിശ്വസിക്കണമെങ്കിൽ തന്നെ ദൈവകൃപ ഉണ്ടല്ലേ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ വിശ്വസിക്കുക. ഈ വിശ്വാസത്തിൻ്റെ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഞാൻ രാവിലെ വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനോവികാരം മാത്രമൊന്നുമല്ല എന്ന്, അല്ലേ? വിശ്വാസം എന്ന് പറയുന്നത് ആശ്രയമാണ്. ആരിലുള്ള ആശ്രയം? കർത്താവിലുള്ള ആശ്രയം. കർത്താവിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ പ്രവൃത്തി വേണ്ടെന്നല്ല. പഴയ നിയമകാലത്ത് പ്രവൃത്തി ആയിരുന്നു രക്ഷയുടെ ആധാരമെങ്കിൽ അത് പ്രവർത്തിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് വിശ്വാസത്താൽ പ്രവർത്തിക്കാൻ കഴിയും. ഇന്നും വാസ്തവം പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി പ്രവർത്തിക്കണം. പക്ഷേ പ്രവർത്തിക്കുന്നത് അവൻ്റെ കഴിവിലല്ല. പ്രത്യേകത എന്താണ്? ദൈവപുത്രനിലുള്ള ആശ്രയത്താലാണ്. അല്ലാതെ ന്യായപ്രമാണം ഒഴിഞ്ഞു പോയിട്ടില്ല, ന്യായപ്രമാണം മാറിപ്പോയിട്ടില്ല. ന്യായപ്രമാണത്തിലൊരു പുള്ളിയെങ്കിലും ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകത്തില്ല. പക്ഷേ ആ ന്യായപ്രമാണം അനുസരിക്കാൻ ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിശ്വാസത്താൽ ആ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ എനിക്ക് കഴിയും. അതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത. വിശ്വാസം എന്നെ അനുസരിക്കാൻ പ്രാപ്തനാക്കുന്നു. അല്ലാതെ വിശ്വാസം എന്നെ അനുസരിക്കാതിരിക്കുന്നതിന് കൃപ തരുന്നെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസം എന്നെ എന്തിനാണ് സഹായിക്കുന്നത്?
അനുസരിക്കാതിരിക്കാനല്ല, അനുസരിക്കാനാണ് സഹായിക്കുന്നത്. നൗ ഐ ക്യാൻ ഒബേ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ്. എന്തുകൊണ്ട്? ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ. എന്നാൽ ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലേക്ക് കടക്കുന്നതിന്, ആ വീണ്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് എനിക്കിതൊന്നും പറ്റുമായിരുന്നില്ല. കാര്യം ഞാൻ ജഡമയനായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ജഡത്തിൽ ജനിച്ച് ജഡത്തിൽ ജീവിച്ച് ജഡത്തിൽ മരിക്കുന്ന എനിക്ക് എന്ത് ചെയ്യാനാണ് കഴിയുന്നത്? എനിക്കതിനുള്ള യാതൊരു രീതിയിലും എനിക്കത് കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ജഡമയനല്ല, ഞാൻ ആത്മാവിനാൽ വീണ്ടും ജനിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ദൈവത്തെ അനുസരിക്കാനുള്ള കൃപ. പാപിയിൽ, ഞാൻ രാവിലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം, പാപിയിൽ കൃപ പ്രവർത്തിക്കുന്നത് പാപക്ഷമയായിട്ടാണ്, കരുണയായിട്ടാണ്. പക്ഷെ വിശ്വാസിയിൽ കൃപ പ്രവർത്തിക്കുന്നത് ശക്തിയായിട്ടാണ്. എന്തിനുള്ള ശക്തി? പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി, അനുസരിക്കുവാനുള്ള ശക്തിയാണ് കൃപയിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. അല്ലാതെ അനുസരിക്കാതിരിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല കൃപ എന്ന് പറയുന്നത്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി, അതാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം എന്തുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ദൈവം കൃപ തോന്നി എന്നെ രക്ഷിക്കാൻ വരണമായിരുന്നു. നമ്മളൊക്കെ പറയുമല്ലോ, ഞാൻ കൊഴിഞ്ഞ ചേറ്റിൽ കിടക്കുകയായിരുന്നു, കർത്താവ് ഒരു കയറിട്ട് എന്നെ വിടുവിച്ചു. ആ കയറ് എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കയറ് വിശ്വാസമല്ല. നമ്മുടെ എന്താ അത്? വിശ്വാസത്തിൻ്റെ കയറിൽ തൂങ്ങിപ്പിടിച്ച് അതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം എന്താണ്? കൃപയാണ്. നമ്മളിൽ നിന്ന് വളരുന്നതാണ് എന്ത്? വിശ്വാസം. അപ്പം മോളിൽ നിന്ന് താഴോട്ടാണ് കയറ് വീഴുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വിശ്വാസത്തിൻ്റെ കയറല്ല. എന്തിൻ്റെ കയറാണ്? കൃപയുടെ കയറാണ്. പിന്നെ വിശ്വാസം എന്താണ്? ഞാൻ ഇവിടത്തേൽ കയറി പിടിക്കണം. ഞാൻ ഇവിടത്തെ കയറി പിടിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? എനിക്ക് മുകളിലോട്ട് പൊങ്ങിപ്പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ കർത്താവ് എന്നെ വിടുവിക്കാൻ കൃപ കാണിച്ചു. ആ കൃപ ഞാൻ സ്വീകരിക്കുകയാണ്. റിസീവിങ് എൻഡിൽ മാത്രമാണ് ഞാൻ വിശ്വാസം പ്രായോഗികമാക്കുന്നത്. അല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ കുഴഞ്ഞ ചേറ്റി കിടന്നിട്ട് എനിക്ക് എൻ്റെ വിശ്വാസത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യും? നമ്മൾ വിശ്വാസത്താൽ എന്തോ ചെയ്യാനാ? കൃപയില്ലെങ്കിൽ വിശ്വാസം കൊണ്ട് എന്തോ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൃപയാലത്രേ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുകയാണ്, അതിനും നിങ്ങൾ കാരണമല്ല. അതുപോലും ദൈവത്തിൻ്റെ കൃപയാണ്, വിശ്വസിക്കുന്നത് പോലും. അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിശ്വാസം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഒരു കയറിൽ തൂങ്ങിക്കിടന്നതാണ് എത്ര വേണം തൂങ്ങിക്കിടക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൈയൊക്കെ തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് പൊക്കി നമ്മളെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അതിന് പോലുമുള്ള, എനിക്കതിനുള്ള ശക്തിയില്ല. കൃപയുടെ കയറിൽ തൂങ്ങിക്കിടക്കാനുള്ള ശക്തി പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ല. അവിടെ ആ കൃപ ആശ്രയത്തിലേക്ക് വളരുന്നതിന് ഒരു ചെറിയ ഉദാഹരണം യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ, അത് വേറൊരു ഭാഗമാണ് എങ്കിലും അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ 38-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിലിറക്കി. കയറുകൊണ്ട് ആയിരുന്നു യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. അവർ യിരെമ്യാവെ കുഴിയിലിട്ട് കളഞ്ഞു എന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂശ്യനായ ഏബദ്മേലെക്ക് എന്ന ഷണ്ണൻ കേട്ടു. അന്ന് രാജാവ് ബെന്യാമിൻ വാതിൽ കീഴിക്കുകയായിരുന്നു. ഏബദ്മേലെക്ക് രാജഗൃഹത്തിൽ ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ച്, യജമാനായ രാജാവ്, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തു നോക്കിയ അന്യായം അത്രേ. അവർ അവനെ കുഴിയിലിട്ട് കളഞ്ഞു. നഗരത്തിൽ അപ്പമില്ലായിക്കാൻ അവനെ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് കൂശ്യനായ ഏബദ്മേലെക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിച്ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഏബദ്മേലെക്ക് ആ ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴേ ചെന്ന് അവിടെ നിന്ന് പഴംതുണിയും കീറ്റത്തുണിക്കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ യിരെമ്യാവിന് കയറ് വഴി ഇറക്കിക്കൊടുത്തു. കൂശ്യനായ ഏബദ്മേലെക്ക് യിരെമ്യാവിനോട്, ഈ പഴംതുണിയും കീറ്റത്തുണിക്കണ്ടങ്ങളും നിന്റെ കക്ഷത്തിൽ വെച്ച് അതിന്മേലെ കയറിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. യിരെമ്യാവ് അങ്ങനെ ചെയ്തു. അവർ യിരെമ്യാവിനെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി യിരെമ്യാവ് കാവൽപുര മുറ്റത്ത് പാർത്തു. ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്? ഈ കുഴിയിൽ ഇങ്ങനെ താണുകൊണ്ടിരുന്നപ്പോൾ കയറിട്ട് കൊടുത്താൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവത്തെ പിടിച്ച് കയറാനുള്ള ശക്തിയൊന്നും എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് പറയാണ്, നിനക്ക് അതിനുള്ള ശക്തിയില്ല. ശരിക്കും ചെളിയിൽ താണ് എനിക്ക് ഈ കൃപയുടെ കയറിൽ തൂങ്ങിക്കയറാനുള്ള ശക്തി പോലും ഇല്ല.
എല്ലാവരും പ്രസംഗിക്കും, നീ വിശ്വസിക്കുക, ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ വിശ്വസിക്കാൻ പറ്റണ്ടായോ? നീ വിശ്വസിക്കുന്ന 16 പ്രാവശ്യം പറഞ്ഞാൽ ഉടനെ എനിക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാൻ തന്നെ എനിക്ക് എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ, കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും പറയുമല്ലോ വിശ്വസിക്കുക, അതല്ല ഇന്ന് കേൾക്കുന്നതല്ല. നീ വിശ്വസിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കുന്നു പറയുമ്പോഴും അതിനകത്ത് ശരിക്കും ഈ നമ്മുടെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വിശ്വാസം എവിടെ നിന്നാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? മനുഷ്യനിൽ നിന്നാണ്. അതുകൊണ്ട് ഈ വിശ്വസിക്കുന്നു പറയുന്ന ആളുകൾ പല സമയത്തും എന്താണെന്നറിയാമോ, നമ്മളെ തന്നെ ഈ ഈസ്റ്റേൺ ചിന്തയും വേദപുസ്തകത്തിൻ്റെ ചിന്തയും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. ഈസ്റ്റേൺ ചിന്തയിൽ സെൽഫിനെ സ്ട്രെങ്തൻ ചെയ്താണ് അവർ പറയുന്നത്. സെൽഫിനെ സ്ട്രെങ്തൻ ചെയ്യണമെന്നാണ്. അതായത് എന്നിൽ തന്നെ എന്തുണ്ട്? ശക്തിയുണ്ട്. ആ ശക്തി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അത് അനുഭവിക്കണം. അതിനുവേണ്ടി എന്നെ തന്നെ ഒരുക്കണം. സെൽഫിലുള്ള ശക്തിയെ ഞാൻ വ്യാപരിപ്പിക്കണം. അതിന് എ കൈൻഡ് ഓഫ് ഒരു ഓട്ടോ സജഷൻ നമ്മൾ പറയുമല്ലോ. ശരിക്കും അതാണ് ശരിക്കും ഇവിടെ ഇന്ന് നമ്മൾ ഈ ഈസ്റ്റേൺ മൈൻഡിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് ക്രിസ്തീയ പ്രസംഗകരും വന്ന് ഈ ഈസ്റ്റേൺ മൈൻഡിനെ പോലെ ഓട്ടോ സജഷൻ, നീ വിശ്വസിക്കുക, നീ ഇരുന്ന് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, അങ്ങനെ ഓട്ടോ സജഷൻ കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഈസ്റ്റേൺ ചിന്തയാണ്. അതൊരു ബിബ്ലിക്കൽ ചിന്തയല്ല. ബിബ്ലിക്കൽ ചിന്ത നമ്മളുടെ സെൽഫിനെ നമ്മൾ തകർത്ത് കളയുന്നതാണ്, അല്ലേ? ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അതായത് എൻ്റെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രത്യുത എൻ്റെ സെൽഫിലുള്ള സകല ആശ്രയത്തെയും നശിപ്പിച്ചിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വേദപുസ്തകത്തിൻ്റെ ഫെയ്ത്ത്. അല്ലാത്തത് ഈസ്റ്റേൺ ഫെയ്ത്താണ്. പൗരസ്ത്യ ചിന്തയിലെ വിശ്വാസമാണ് ഇന്ന് ക്രിസ്തീയ പ്രസംഗങ്ങളിൽ ടെലിവിഷനിലും മറ്റും കാണുന്നത്. പൗരസ്ത്യ മതചിന്തയിലെ ഫെയ്ത്തിൻ്റെ ഒരു ക്രിസൻറ്റ് വേർഷനാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഓട്ടോ സജഷൻ നടത്താനല്ല. നിനക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കും, നിനക്ക് കഴിയും. അതെല്ലാം എന്താണ് ഇവിടുത്തെ ധ്യാന ഗുരുക്കൾ പറയുന്ന, ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ നടത്തുന്ന യോഗയൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയൊക്കെയാണ് ഇതൊക്കെ. അത് പറയാൻ എല്ലാ വേദപുസ്തകത്തിൻ്റെ പ്രസംഗകരും നിശ്ചയിക്കേണ്ടത്. അവർ നിശ്ചയിക്കേണ്ടത് നിനക്ക് കഴിയും. എനിക്ക് കഴിയത്തില്ലെന്നേ. നിനക്ക് കഴിയുമെന്ന് പറയുന്നത് ഈസ്റ്റേൺ ചിന്തയാണ്. നിനക്ക് കഴിയില്ല എന്നാൽ ദൈവത്തിന് കഴിയുമെന്ന് പറയുന്നതാണ് വേദപുസ്തകത്തിൻ്റെ ചിന്ത. നിനക്ക് കഴിയില്ല എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ പൗരസ്ത്യ ഫെയ്ത്ത് അല്ല ദൈവസഭയിൽ പ്രസംഗിക്കേണ്ടത്. എന്ത്? വേദപുസ്തകത്തിൻ്റെ ഫെയ്ത്താണ്. വേദപുസ്തകത്തിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ആശ്രയമാണ്, ട്രസ്റ്റ്. ആരിലുള്ള ആശ്രയം? ദൈവത്തിലുള്ള ആശ്രയമാണ്. ഞാൻ അവനിൽ പൂർണ്ണമായിട്ട് അങ്ങ് ആശ്രയിക്കുകയാണ്. അങ്ങനെ ആശ്രയിക്കുമ്പോൾ എന്നിലുള്ള ആശ്രയം ഇല്ലെങ്കിലേ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തകർക്കപ്പെടേണ്ടത് എന്നിലുള്ള ആശ്രയമാണ്. നമ്മൾ യാക്കോബിൻ്റെ യബ്ബോക്ക് കടവിൽ വെച്ച് യാക്കോബിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ, അല്ലേ? പെനിയേലിൽ വെച്ച് നടക്കുന്ന പെനിയേൽ സംഭവം എന്താണ് അവിടെ സംഭവിക്കുന്നത്? യാക്കോബ് എന്ത് ചെയ്താൽ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. എന്ത് ചെയ്താൽ, അങ്ങനെ എന്ത് ചെയ്താലും ദൈവത്തിൽ ആശ്രയിക്കാതെ വന്നപ്പോഴത്തേക്ക് ഒടുവിൽ, അതായത് ഒരുപക്ഷെ ഞാൻ ഭാവനയിൽ കാണുകയാണ്, കർത്താവ് അവനോട് ചോദിക്കുന്നു, നീ എന്നാണ് എന്നെ ആശ്രയിക്കാതെ? മകനെയും, അതായത് ദൈവത്തിൻ്റെ സേനയെ അവന് കർത്താവ് കാണിച്ചു കൊടുത്തു. ഞാൻ നിനക്ക് വേണ്ടി സേനയെ ഇറക്കാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതാവൻ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ദൈവത്തിൻ്റെ സേനയെ കണ്ടിട്ട് പോലും അവൻ പറയുന്നില്ല, കർത്താവേ നിൻ്റെ സേനയെ എനിക്കൊന്ന് വിട്ടു തരണമെന്ന് പറയുന്നില്ല. വേണ്ട, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം. അവൻ്റെ കൗശലബുദ്ധി ഉപയോഗിച്ച് അവൻ്റെ ചേട്ടനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പരിശ്രമിക്കുകയാണ്. അവൻ സമ്മാനം കൊടുത്തു വിടുന്നു. എന്നിട്ട് സമ്മാനം കൊടുത്തുവിട്ട് ഓരോരോ, നിങ്ങൾക്കറിയാമല്ലോ, ആ കുതന്ത്രങ്ങൾ മുഴുവൻ അറിയാം. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കർത്താവ് ഇവൻ്റെ, അതായത് അവൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം അവൻ അക്കരയ്ക്ക് എടുത്തിട്ട് യാക്കോബ് ഒറ്റയ്ക്ക് ഇക്കരെ ശേഷിച്ചിരിക്കുമ്പോൾ ഒരു പുരുഷൻ അവൻ്റെ അടുത്ത് വന്നതാരാണ്? ദൈവം, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഉഷസാഗോളം ആ പുരുഷൻ അവനോട് മല്ല് പിടിച്ചെന്ന്. ആരോട്? യാക്കോബിനോട്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് തിരിച്ചാണ്. യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച്. വേദത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്?
ഉഷസാവുകോളം ആ പുരുഷൻ അവനോട് മല്ല് വിളിച്ചു. എന്തിനാ മല്ല് വിളിക്കുന്നത്? എടാ, ദൈവം ഒരു മനുഷ്യനുമായിട്ട് മല്ല് വിളിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് തോൽപ്പിക്കാനുള്ളതല്ല ഉള്ളൂ, അല്ലേ? അല്ലെങ്കിൽ തന്നെ ദൈവം അങ്ങനെ മല്ല് വിളിക്കുമോ? അവിടെ നടന്ന സംഭാഷണം ഇതാണ്. അതുകൊണ്ടാണ് പിന്നീട് കരഞ്ഞപേക്ഷിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് എ ടോക്ക്. ആ ടോക്കിനകത്ത് ദൈവം ഇവനോട് ചോദിക്കുന്നത്, ഞാൻ ഭാവനയിൽ പറയുകയാണ്, ദൈവം എന്നോട് ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ആശ്രയിക്കാത്തത്? ഇല്ല, ഞാനത് മാനേജ് ചെയ്തോളാം. എടാ, നിൻ്റെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരി, അവൻ എല്ലാ സമ്മാനങ്ങളെയും, ഓരോരോ സമ്മാനങ്ങൾ പലതായിട്ട് ഓരോ കൂട്ടത്തെയും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്നാലോ, പിന്നെ വന്നു കഴിഞ്ഞാൽ അവൻ എൻ്റെ മക്കളെ ഞാൻ മുന്നേ വിട്ടിട്ടുണ്ട്, അവർ പോരാടിക്കോളൂ. മക്കളെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യമാരുണ്ട്, അവരും ഉണ്ട്, അവർ ചിലപ്പോൾ പോരാടുമായിരിക്കും. അവരെ എല്ലാം തോപ്പിച്ചേച്ച് അവൻ നീന്തി ഇക്കരെ വന്നാലോടാ പറഞ്ഞു. അങ്ങനെ വന്നാൽ ഞാൻ പണ്ട് കാണിച്ച പണി കാണിക്കും. എന്തോടാ പണ്ട് കാണിച്ച്? ഞാൻ ഓടും. കാര്യം പണ്ടും എന്താ കാണിച്ചത്? ചേട്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ എന്ത് ചെയ്തു? ഓടി. അപ്പം ഞാൻ ഓടും. ഇവനെ ജയിക്കയില്ല. എന്താ ജയിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ജന്മം ചെയ്ത ദൈവത്തിൽ ആശ്രയിക്കത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായി. അതാ, ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവൻ്റെ തുടയുടെ തടം തൊട്ടു. ഓക്കെ, നേരം വെളുക്കുകയാണല്ലോ, എന്നാൽ ഞാൻ പോട്ടെ, ബായ് എന്ന് ദൈവം പറഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ എന്താണ്? അവൻ്റെ തുടയുടെ തടം തൊട്ടപ്പോൾ കാലെന്ത് ചെയ്തു? ഉളുക്കിപ്പോയി. ഓടുന്നത് എങ്ങനെയാ ഇനി? കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് എന്താ? അവസാനം നീ എന്തോ ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഞാൻ ഓടും. എന്നാ ഓടിക്കും. അപ്പം അവന് മനസ്സിലായി, ഇനിയിപ്പോൾ ഇവനിൽ ആശ്രയിച്ചേ പറ്റുള്ളൂ, ദൈവത്തിൽ ആശ്രയിച്ചേ പറ്റുള്ളൂ. അവൻ പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. രാത്രി മുഴുവൻ അവൻ്റെ കൂടെ നിന്നിട്ട് നിൻ്റെ അനുഗ്രഹം വേണ്ടെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ അവൻ്റെ ആശ്രയം നഷ്ടപ്പെട്ടപ്പോൾ, അവൻ്റെ ഓട്ടമായിരുന്നു, അവൻ്റെ കാലായിരുന്നു അവൻ്റെ ആശ്രയം നഷ്ടപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഇനി നിൻ്റെ അനുഗ്രഹമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആശ്രയം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് അവനവനിൽ തന്നെയുള്ള ആശ്രയമല്ല, അവൻ്റെ സെൽഫിൻ്റെ പ്രൊമോഷനല്ല, അവൻ്റെ സെൽഫിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയല്ല. ക്രിസ്തീയ വിശ്വാസത്തിലെ ആശ്രയം എന്ന് പറയുന്നത് അവൻ്റെ സെൽഫിനെ ഡിനൈ ചെയ്യുന്നതാണ്. അതുകൊണ്ടെന്താ, യാക്കോബ് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് അവനെ നമസ്കരിച്ചു എന്ന് പറയുന്ന ഭാഗം ഞാൻ നമ്മുടെ അബ്രഹാമിൻ്റെ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന വിശ്വാസം തലമുറകളിലൂടെ എന്നുള്ള ഭാഗത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സെഡ് ഇറ്റ്. പ്രിയമുള്ളവരെ, പിന്നെന്നും അവൻ യാക്കോബ് ദൈവത്തോട് പറഞ്ഞ കാര്യമുണ്ട്, കർത്താവേ, ഈ വടിയുടെ അറ്റത്ത് ചാരുമ്പോഴല്ലേ ഞാൻ ഓർക്കുന്നത് നീ എൻ്റെ തുടയുടെ തടം വന്ന് തൊട്ടത്. അന്ന് തൊട്ട് ഈ വടിയില്ലാതെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നിൽ ആശ്രയിക്കാൻ പഠിച്ചത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേലായത്. അല്ലെ ഞാൻ ഇപ്പോഴും ആരായിരുന്നേനെ? യാക്കോബായിരുന്നേനെ. പക്ഷേ എന്നെ തകർത്ത ആ തകർച്ചയ്ക്കായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുന്നത് ആശ്രയത്തിൻ്റെ പുതിയ പാഠമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപ എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും എനിക്ക് എന്തുണ്ടല്ലേ പറ്റുള്ളൂ? കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. ദൈവത്തിനൊന്ന് ആശ്രയിക്കാൻ പോലും എനിക്ക് കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇരമ്യാവിനെ ചെളിക്കുഴിയിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലായിരുന്നു. എബത്മേലക്ക് അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇരമ്യാവേ, ഇതാ ഈ പഴന്തുണിയൊക്കെ നീ എടുത്തിട്ട് എന്ത് ചെയ്യുക, കക്ഷത്തിലൊക്കെ പുറത്തുമൊക്കെ വെച്ച് കേട്ട്, എന്നിട്ട് ഞാനൊരു കയറങ്ങോട്ട് താഴ്ത്തിട്ട് തരാം. നീ എന്ത് ചെയ്യുക, നീ പിടിച്ച് കയറണ്ട, അതിനുള്ള ശക്തിയൊന്നും നിനക്ക് ഇല്ല. നീ നിന്നെ തന്നെ ഈ കക്ഷത്തിലൊക്കെ വെച്ച് കയറും കൊണ്ടൊരു കുലുക്കൊക്കെ ഉണ്ടാക്കി നീ നിന്നെ തന്നെ അങ്ങ് കെട്ട്. എൻ്റെ കൃപയുടെ കയറ് നിന്നെ ഒന്ന് വരിഞ്ഞ് മുറുകട്ടെ. ഞാൻ നിന്നെ വലിച്ചു കയറ്റിക്കോളാം. പക്ഷേ ആ കൃപയുടെ, അതായത് നിനക്ക് പിടിച്ചു കയറാനുള്ള ശക്തിയൊന്നും ഇല്ല. ഇപ്പോൾ ഈ അവിടെ എഴുതിയിരിക്കുന്ന അവർ ഇരമ്യാവെ എന്നാണ് ഈ പഴംതുണികളും കീറ്റത്തുണികളും നിൻ്റെ കക്ഷങ്ങളിൽ വെച്ച് അതിന് പുറമെ കയറിട്ട് കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ കയറിട്ട് അവളെ കൊള്ളണമെന്നറിയാമോ? പിന്നെ പിടിച്ച് കയറണ്ട, പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പിടിച്ച് കയറേണ്ട കാര്യമില്ല. ഇവനിങ്ങനെ റിലാക്സ് ചെയ്താൽ മതി. മറ്റെന്ത് ചെയ്യണം, ഞാൻ എൻ്റെ കൈ കൊണ്ട് പിടിച്ചോണം, കളയാൻ പാടില്ല, ഭയങ്കരമായിട്ട് പിടിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ആ കയറ്, കൃപയുടെ കയറ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എനിക്കെന്താണ്, പിന്നെ ഞാൻ റിലാക്സ് ചെയ്യണം. പിന്നെന്ത് ചെയ്യും, ഞാൻ പിടിച്ച് കയറണ്ട, അവൻ എന്നെ വലിച്ച് കയറ്റിക്കോളൂ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ
അതാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ പിടിച്ചു കയറാൻ നോക്കുകയല്ല, അവൻ വലിച്ചു കയറ്റിക്കോളും. പക്ഷേ വലിച്ചു കയറ്റണമെന്ന് എന്താണെന്നറിയാമോ? എന്താ? നമ്മൾ റിലാക്സ് ചെയ്യണം, ആശ്രയിക്കണം, പൂർണ്ണമായിട്ടും ആശ്രയിക്കണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരു വലിയ പ്രശ്നം എന്നറിയാമോ? പിടിച്ചു നിൽക്കാൻ. ഞാനൊരിക്കൽ ഒരു പെന്തിക്കോസ്ത് പത്രപ്രവർത്തകനൊരു പയ്യനെ വിളിച്ച് ഒരു ചായയൊക്കെ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് ചായയൊക്കെ തന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് നീ സ്വർഗ്ഗത്തിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. നിൻ്റെ കൂടെ നടക്കുന്ന മിക്കവർക്കും അതൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല, നീ അങ്ങ് സ്വർഗ്ഗത്തിൽ ചെല്ലണമെന്നുള്ള നിർബന്ധമൊന്നും അവർക്ക് ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ സ്വർഗ്ഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോകുകയാണെങ്കിൽ മിക്കവാറും നീ പോകത്തില്ല. ഇങ്ങനെയാണ് നീ പോകുന്നതെങ്കിൽ മിക്കവാറും നീ അങ്ങ് ചെല്ലത്തില്ല. അതുകൊണ്ട് ഈ ചായയൊക്കെ വാങ്ങിച്ചത് നിന്നോട് ഞാൻ പറയുക, നീ ഇത് കളഞ്ഞിട്ട് ദൈവം നിന്നെ ഏൽപ്പിച്ച, നിനക്ക് ദൈവം തീർച്ചയായും ദൈവത്തിന് ഇതിനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതെനിക്കറിയാം. അങ്ങനെയുള്ള ഒരു നല്ല പയ്യൻ, അല്ലാതെ ചില കള്ളന്മാരുണ്ട്, പക്ഷേ ഇവൻ അങ്ങനെയൊന്നും അല്ല. ഇവൻ വളരെ സിൻസിയറായിട്ടുള്ള ആളാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില ഡീവിയേഷൻസ് ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചതാണ്. ഉടനെ അവൻ എന്നോട് ചോദിച്ച്, കുറച്ചു നേരം ദുഃഖിച്ച്, നമ്മുടെ മർക്കോസിന്റെ വിഷയം 10-ാം അധ്യായത്തിലെ ധനികനായ യുവാവ് ദുഃഖിച്ച് നിന്നതുപോലെ ദുഃഖിച്ച് നിന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ പിടിച്ചു നിൽക്കണ്ടേ? ഞാൻ പറഞ്ഞു, മോനെ അതാ പ്രശ്നം. നമ്മൾ പിടിച്ചു നിൽക്കുകയല്ല, അവൻ നമ്മളെ നിർത്തുകയാണ്. നമ്മളെത്ര നിന്നാലും നിൽക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പിടിച്ചു നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി? നമ്മൾ നിന്ന് കൊടുത്താൽ മതി. അവൻ നമ്മളെ നിർത്തുകയാണ്. ആ കൃപയുടെ കയറിട്ട് നമ്മളെ ഒന്ന് വരിഞ്ഞ് മുറുക്കിക്കോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എന്നെ തന്നെ ആ കൃപയുടെ കയറിൽ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. എല്ലാം ചെയ്യുന്നത് യേശുവാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല. എല്ലാം ചെയ്യുന്നത് യേശുവാണ്. അത് അവൻ വലിച്ചു കയറ്റിക്കോളും. പിടിച്ചു നിൽക്കാൻ നോക്കേണ്ട കാര്യമില്ല. പിടിച്ചു നിൽക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് എത്രയോ പ്രാവശ്യം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ടോ? വല്ലതും നടന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അത് കഴിയില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ പരാജയം മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ നല്ലത് എന്താണ്? കർത്താവ് പറയാണ്, നീ ഒന്നും ചെയ്യണ്ട. വീണ്ടെടുപ്പ് ടോട്ടലി കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ടോട്ടലി നമ്മുടെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും കർത്താവാണ് ചെയ്യുന്നത്. ആകെ ഒരു കാര്യം മാത്രം മതി, നമ്മൾ അവനിൽ ആശ്രയിച്ചാൽ മാത്രം മതി. അതൊരു ദൈവ പ്രവൃത്തിയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നേടുന്നതായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും കർത്താവ് തന്നെ ചെയ്തെടുക്കുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. എഫെസ്യർ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിപ്പാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രിയമുള്ളവരെ, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. എന്തോന്ന് പ്രശംസിക്കാൻ? എന്താ നമുക്ക് പ്രശംസിക്കാനുള്ളത്? നമ്മൾ എന്ത് ചെയ്തിട്ടാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്ത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോപത്തിൻ്റെ മക്കളായിരുന്നു. അനുസരണക്കേടിന് അധിപതി, അല്ലെങ്കിൽ ലോകത്തിന് അധിപതിയായ അതായത് ദൈവത്തെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, ദുഷ്ടാത്മാവിനെ അനുസരിച്ച് നടന്നവരാണ് നമ്മുടെ മേൽ കൃപ തോന്നത്തക്ക രീതിയിലുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടേയില്ല. എന്താ ചെയ്തിട്ടുള്ളത്? എന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ അവൻ ജീവിച്ചു. അവൻ്റെ കരുണയാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. 5-ാം വാക്യത്തിൽ 2:5 അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. നാം ക്രിസ്തുവിനോടുകൂടെ അവൻ നമ്മളെ ജീവിപ്പിച്ചു. മരിച്ചതൊരു സ്വാഭാവിക പ്രവൃത്തിയാണ്, പക്ഷേ ജീവിപ്പിച്ചത് ആരുടെ പ്രവൃത്തിയാണ്? അവൻ്റെ പ്രവൃത്തിയാണ്. അത് സ്വാഭാവിക പ്രവൃത്തിയല്ല, അവൻ്റെ ഇൻറ്റൻഷണൽ ആക്റ്റാണ്. അവൻ ജീവിപ്പിക്കുകയാണ്. അവനൊരു കാര്യം ചെയ്താൽ അതിനൊരു ലക്ഷ്യമുണ്ട്. അവൻ എന്നെ ജീവിപ്പിച്ചു, അവൻ എന്നെ ഉയിർപ്പിച്ചു. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ചു. നമ്മൾ റോമാലേഖനത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗത്ത് 6-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അല്ല യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നോക്കുക, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഞാൻ ആകെപ്പാടെ എന്നെയും അവനെയും കൂടെ ഒരുമിച്ചൊരു കയറെ കെട്ടി, അല്ലെങ്കിൽ അവൻ എന്നെ അവൻ്റെ കൂടെ, ഐ വാസ് ബൗണ്ട് വിത്ത് ഹിം ഓൺ ദ ക്രോസ്.
മരണത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. എപ്പോഴാണ് ഞാൻ യേശു ക്രിസ്തുവുമായിട്ട് ബൗണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓൺ ദ ക്രോസ്. അന്നേരം ഞാനും അവനും കൂടെ ഒരു കയറ് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ തുടങ്ങിയതാണ്, എന്നെ കെട്ടിയതാണ്. എന്നിട്ട് അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ്? അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അല്ലാതെ സ്നാനമേറ്റ് മുകളിലോട്ട് വന്നിട്ട് യേശുവിൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോകാനല്ല. മരണത്തിൽ അവനോടുകൂടെ ചേർക്കപ്പെട്ടെങ്കിൽ ഇനി അവനുമായിട്ട് അവൻ വേർപിരിയുന്നൊരു പ്രശ്നം, നിത്യതയിൽ ഉൾപ്പെടെ ഞാൻ അവനോട് വേർപെടുന്നില്ല. ഐ എം ബൗണ്ട് വിത്ത് ഹിം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ കയറി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറിയിരിക്കുമൊന്നുമല്ല, അത് സ്വർഗത്തിൽ ഉൾപ്പെടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലുണ്ട്. നിത്യതയിൽ ഉൾപ്പെടെ. കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ അവനോടുകൂടെ നിങ്ങളും നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു, നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ വേർപിരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇനിയിപ്പോൾ എല്ലാം അവൻ്റെ കൂടെയാണ്. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിന്? നാം അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അപ്പോൾ യേശു എന്നെ ഉയിർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ കൂടെ ഞാൻ നടക്കേണ്ടതിനാണ്. എങ്ങനെ? ജീവൻ്റെ പുതുക്കത്തിൽ. ഈ ടോട്ടലി എന്താണ്? മരിച്ചത് സ്വാഭാവിക പ്രവൃത്തിയാണ്, പക്ഷേ ഉയിർപ്പിച്ചത് ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്തിന്? ഉയിർപ്പിക്കപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയിപ്പോൾ അവന് സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഒന്നുമില്ലെന്നുള്ളതാണ്. ഉയിർപ്പിക്കപ്പെട്ടവന് സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ല, ഇനി എല്ലാം ക്രിസ്തുവിൻ്റെ കൂടെയാണ്. അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. കാര്യം ഞാൻ ബൗണ്ടാണ്, ക്രിസ്തുവുമായിട്ട് ബൗണ്ടാണ്, യൂണിയൻ. അതാണ് ഞാൻ പറഞ്ഞത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനിൽ ഇരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ യേശുവും ഞാനും തമ്മിലുള്ള ഒരു യൂണിയനാണ്, അല്ലേ? ഞാൻ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഒരു ശരീരമാകുന്നു, പക്ഷേ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഒരാത്മാവാകുന്നു. അങ്ങനെ ഞാനും ക്രിസ്തുവും ഒരാത്മാവ്, ഏകാത്മാവിൻ്റെ ലെവലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വയമായിട്ട് യാതൊന്നുമില്ല, ഒരു ഐഡൻറ്റിറ്റി ഇല്ല, എനിക്ക് വേണ്ട. അവനോട് കൂടെ അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. എന്തിനാണ് ഞാൻ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അവനോട് കൂടെ നടക്കാൻ വേണ്ടിയാണ്. അവനോട് കൂടെ നടക്കാൻ മാത്രമല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കാനാണ്. അവന് കയറിയിരിക്കണമെങ്കിൽ ഈ പുതിയ ലോകത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ട ഈ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നേ പറ്റുള്ളായിരുന്നു. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കണമെങ്കിൽ ഞാൻ ചെളി പിടിച്ച ചെളിക്കുണ്ടിൽ ഞാൻ കിടന്നാൽ കഴിയില്ല, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുപ്പ് അനിവാര്യമാകുന്നതിൻ്റെ കാരണം എന്താണ്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് നടക്കേണ്ടത് എന്താണ്? വീണ്ടെടുപ്പാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ്, ശരിക്കും അടുത്ത പാഠം അതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് നമ്മളൊന്ന് പഠിക്കണം, ഈ വീണ്ടെടുപ്പിൻ്റെ പാഠം. അവൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവൻ വീണ്ടെടുത്തേച്ച്, അല്ലെങ്കിൽ നമ്മോട് കൂടെ എന്താണ്, അവൻ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയിർപ്പിച്ചേച്ച് അവൻ നമ്മളെ വെറുതെ പറഞ്ഞു വിടുകയല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വേഴ്സ് 7 നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് വീണ്ടെടുത്തേച്ച് പിന്നെയും അവൻ, എന്നാ മോനെ നീ കുഴി വീണതല്ലേ, നിന്നെ എണീപ്പിച്ച് വിട്ടതല്ലേ, നീ എന്നാ ഇനിയും സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഞാൻ വഴി കൂടെ നടക്കുകയാണെങ്കിൽ ഒരു കുഴിക്കകത്ത് വീണെന്ന് വയ്ക്കുക, ആ കുഴിക്കകത്തുനിന്ന് എന്നെ കർത്താവ് വന്ന് രക്ഷിച്ച് മുകളിൽ കയറ്റിയിട്ട് ഇനി സൂക്ഷിച്ച് നടക്കണം എന്ന് പറഞ്ഞു വിട്ടിട്ട് പോലും കാര്യമില്ല. കാര്യം ഞാൻ എത്ര സൂക്ഷിച്ചാലും ഈ ഒരു കുഴിയൊന്നുമല്ല, ഇവിടെ 100 കുഴിയുണ്ട്. ഈ കുഴിയിൽ നിന്ന് വീണാൽ എണീറ്റ് അടുത്ത കുഴി വീഴും, അല്ലേ? അതുകൊണ്ട് എനിക്ക് ഇത്രയും കപ്പാസിറ്റിയൊക്കെ ഉള്ളതുള്ളത് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഉയിർപ്പിച്ചിട്ട് വീണ്ടും എന്നെ എന്താണ്
അന്ധകാരത്തിൽ തപ്പിത്തടയാനായിട്ട് വിടുന്നില്ല. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചിട്ട് എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? ക്രിസ്തുവേശു അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് അവനോടുകൂടെ ഉയർപ്പിച്ച് അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കും. അവനോടുകൂടെ. ഇനിയെല്ലാം അവൻ്റെ കൂടെയാണ്. ഇനിയെല്ലാം അവൻ്റെ കൂടെ തന്നെയാണ് നടക്കേണ്ടത്. അല്ലാതെ നമുക്കിനി പ്രത്യേകിച്ച് വേറെ ഒരു കാര്യവും എൻ്റേതായിട്ട് ചെയ്യാനില്ല. കാരണം പൂർണ്ണമായും ഞാനിപ്പോൾ എന്താണ്? ഞാൻ അവൻ്റെ കയ്യിലാണ്. കാര്യം അവനാണ് എന്നെ ഉയർപ്പിച്ചത്. അവൻ എന്നെ ഉയർപ്പിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രവൃത്തി കംപ്ലീറ്റ് ആയിട്ട്, രക്ഷണീയ പ്രവൃത്തിയുടെ കംപ്ലീറ്റ് A to Z ആര് തന്നെയാണ് നടത്തുന്നത്? ഇറ്റ് ഈസ് ഡൺ ബൈ ഗാഡ്. അവൻ എന്നെ ഉയർപ്പിച്ചു, അവൻ എന്നെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. എന്താണ്? അവനോട് കൂടെ ഇരുത്തി. അവനോട് കൂടെയാണ് ഇനിയുള്ള എൻ്റെ സകല കാര്യങ്ങളും. ഇനി ആ ക്രിസ്തു എന്നിൽ വാഴുവാനായിട്ട്. കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന 1-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1:12 നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടു എന്താണ്? അവൻ നമ്മളെ അവനോടുകൂടെ ഉയർപ്പിച്ച് അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. കാര്യം എന്താണ്? അവൻ എൻ്റെ ഉള്ളിലിരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു സ്ഥലത്തെ ഇവന് വരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ചിട്ട് വീണ്ടും എൻ്റെ പഴയ ലോകത്തിലേക്ക് അവൻ വിടാത്തത്. പഴയ ലോകത്തിലേക്ക് വിട്ടാൽ അവൻ അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ക്രിസ്തുവിനോടുകൂടെ എന്നെ എവിടെ കയറ്റിയിരുത്തിയിരിക്കുകയാണ്? സ്വർഗത്തിൽ. എന്തിനാണെന്നറിയാമോ? ആ സാഹചര്യത്തിലെ ക്രിസ്തുവിന് വന്നിരിക്കാൻ പറ്റുള്ളൂ. എന്നിലേക്ക് കർത്താവ് കടന്നു വന്നിരിക്കണമെങ്കിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഇരുട്ടിൻ്റെ അധികാരത്തിലേക്ക് പോയാൽ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് പോയാൽ പറ്റത്തില്ല. എന്നെ സ്വർഗസ്ഥലങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ തന്നെ. എന്തുകൊണ്ട്? യേശു ഇവിടെ ഇരിക്കണമെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് ഞാൻ വന്നാലേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് കഴിയുകയില്ല. നമ്മൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സമയമില്ല, നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. അവിടെ പറയുന്നു ഇസ്രായേൽ മക്കൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാളക്കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ശരിക്കും മോശ ദൈവത്തോട് പ്രവർത്തിയിടുന്നപ്പോൾ അവന് കൽപ്പനകളിൽ എഴുതി കൊടുത്തു. 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. ആദ്യത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. അവിടെ കൽപ്പന എഴുതിയതേ ഉള്ളൂ, അതിങ്ങ് കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ആദ്യത്തെ 2 തെറ്റിച്ചു കഴിഞ്ഞു. ഇതാണ് മനുഷ്യൻ. അതുകൊണ്ട് മോശ ഇറങ്ങി വന്നു, കൽപ്പനകൾ എറിഞ്ഞു പൊട്ടിച്ചു, അങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. 33-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മോശ പിന്നെയും കയറി ചെല്ലാനുള്ള ആഗ്രഹത്തോടു കൂടെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, മോശ ഒരു കൂടാരം എടുത്തു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. ആ സമാഗമന കൂടാരം എവിടെ കൊണ്ടടിച്ചെന്നറിയാമോ? പാളയത്തിൽ നിന്ന് ദൂരെ, പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് ദൂരെ അടിച്ചു. യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെയും സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലും. യഹോവയെ അന്വേഷിക്കുന്നവൻ എവിടെ ചെല്ലും? യഹോവയെ അന്വേഷിക്കുന്നവൻ പുറത്തോട്ട് ചെല്ലണം. സമാഗമന കൂടാരത്തിലേക്ക് വേണം ചെല്ലാൻ. യഹോവ എന്നെ തിരക്കി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഇവിടെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് ഇവൻ ക്യാമ്പിനകത്തിരുന്നാൽ, പാളയത്തിനകത്തിരുന്ന് കഴിഞ്ഞാൽ, ഈ പാളയത്തിനകത്തിരുന്ന ഒരാൾ ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയെല്ലാം നടത്തിയെന്ന് വെച്ചു, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം അങ്ങോട്ട് കയറി ചെല്ലുമെന്ന്? ഇല്ല. എന്തുകൊണ്ടാണ്? പാളയത്തിൽ പാപത്തിൻ്റെ പാളയമായി മാറിയിരിക്കുകയാണത്. ഈ പാപത്തിൻ്റെ പാളയത്തിന് പുറത്തേക്ക് ചെന്നാൽ മാത്രമേ, സമാഗമന കൂടാരം അടിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? കർത്താവ് അവിടേക്ക് ഇറങ്ങി വരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു, സ്വർഗസ്ഥലങ്ങളിലേക്ക് അവൻ ഇരുത്തിയിരിക്കുന്നു. അവിടെ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തുവിന് എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ഈ അടുത്ത സമയത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് സഭയുടെ ആസ്ഥാനത്ത് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ ദൈവം ഇറങ്ങി വരുമെന്ന് ചിന്തിക്കാൻ നമ്മൾ എന്നാ വിഡ്ഢികളാണോ? ദൈവം വിഡ്ഢിയാണോ? സഭയുടെ ആസ്ഥാനത്ത് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് അതിനപ്പുറത്തോട്ട് മാറ്റി പന്തൽ പണിത് 40 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞാൽ ദൈവം ഇറങ്ങി വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അത് നടക്കുന്ന കാര്യമല്ല. ആദ്യം തന്നെ കാളക്കുട്ടിയെ എറിഞ്ഞുടയ്ക്കണം, അതിനെ ഉപേക്ഷിക്കണം.
ഈ പാപത്തിൻ്റെ പാളയത്തിൽ നിന്ന് മാറി, അതായത് അവിടെയാണ് ദൈവം ശരിക്കും എന്ത് ചെയ്യുന്നത്? ദൈവത്തെ കാണണമെന്നുള്ളവൻ, യഹോവയെ അന്വേഷിക്കുന്നതിനൊക്കെയും, കാളക്കുട്ടി ഇരിക്കുന്ന സഭാസ്ഥാനത്തിലേക്കല്ല പോകുന്നത്, യഹോവയെ അന്വേഷിക്കുന്നതിനൊക്കെയും സമാഗമന കൂടാരത്തിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഉപവാസവും പ്രാർത്ഥനയും നടത്തിയ ഉടനെ തന്നെ ദൈവത്തെ എല്ലാവർക്കും കണ്ടുമുട്ടാമെന്ന് ആരും ചിന്തിക്കേണ്ട. ആദ്യം ആവശ്യമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ അശുദ്ധിയുടെ പാളയത്തിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് വസിക്കാനായിട്ട് കഴിയുന്നത്.